എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. യുഎസ്എയോട് വിജയിച്ച് സൂപ്പർ 8ലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ തങ്ങളുടെ അടുത്ത ഗ്രൂപ്പ് ഘട്ട മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കാനഡയാണ് എതിരാളികൾ. ശനിയാഴ്ച രാത്രി 8 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. സൂപ്പർ 8ൽ യോഗ്യത നേടിയതുകൊണ്ട് തന്നെ കാനഡയുമായുള്ള മത്സരത്തിൽ ഇതുവരെ അവസരം ലഭിക്കാത്തവർക്ക് അവസരം കൊടുക്കാൻ ആണ് ഇന്ത്യൻ ടീം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇന്ത്യ കാന മത്സരത്തിന്റെ അന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും തടസ്സങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ മത്സരം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് വിശ്വാസം. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഇന്ത്യ ഒരേ പ്ലേയിംഗ് 11ൽ ആണ് കളിച്ചത്. പക്ഷേ കാനഡയുമായിട്ടുള്ള മത്സരത്തിൽ വമ്പൻ മാറ്റങ്ങൾ ആണ് വരാൻ പോകുന്നത്. അതിലെ പ്രധാന മാറ്റം വിരാട് കോഹ്ലിക്ക് പകരം യശസ്വി ജയ്സ്വാൾ ടീമിൽ എത്തുന്നതാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ടീം മാനേജ്മെന്റ് ജയ്സ്വാളിന് അവസരം കൊടുക്കാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഋഷഭ് പന്തിന് പകരം സഞ്ജു സാംസൺ ടീമിൽ എത്തും. ഇനി നമുക്ക് ഇന്ത്യ കാന മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. വൺ ഡൗണായി മലയാളി താരം സഞ്ജു സാംസൺ ഇറങ്ങും. ഇതുവരെ ഈ ലോകകപ്പിൽ ഒരു മത്സരത്തിൽ പോലും സഞ്ജുവിന് അവസരം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാനഡയുമായിട്ടുള്ള മത്സരത്തിന് സഞ്ജു ഇറങ്ങുമ്പോൾ മികച്ച ഒരു പ്രകടനം തന്നെ സഞ്ജു കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിക്കാം. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവ് എത്തും. 5-ാമനായി ശിവം ദുബെയും ഇറങ്ങും. 6-ാം നമ്പറിലായി ഓൾറൗണ്ടർ റോളിൽ ഹാർദിക് പാണ്ഡ്യ എത്തും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നാൽ രവീന്ദ്ര ജഡേജ, അർഷദീപ് സിംഗ് എന്നിവർക്ക് പകരം കുൽദീപ് യാദവ്, യുസി ചാഹൽ എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തും. ഇവർ കൂടാതെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അക്സർ പട്ടേൽ എന്നിവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മികച്ച ഒരു ബൗളിംഗ് നിരയായിരിക്കും ഇന്ത്യയുടേത്. കഴിഞ്ഞ മത്സരങ്ങളിൽ എല്ലാം തന്നെ മികച്ച പ്രകടനമാണ് എല്ലാ കളിക്കാരും കാഴ്ചവെച്ചത്. ഇതേ വാശിയും ഫോമും ഇനിയും തുടരും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരവും ഇന്ത്യക്ക് അനായാസം ജയിക്കാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.